Dear students, today I want to discuss the previous year questions of units, dimensions and errors. കഴിഞ്ഞ വർഷങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് എല്ലാ വർഷവും മിനിമം ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് യൂണിറ്റ്സ്, ഡയമെൻഷൻ ആൻഡ് എറേഴ്സ്. 2019-18 ഒക്കെ വരുമ്പോൾ എറർ എന്ന് പറയുന്ന സെക്ഷനിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. അതിന് മുന്നേ ഒക്കെ അത് ഡൈമെൻഷണൽ അനാലിസിസ് ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. നമുക്ക് കഴിഞ്ഞ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ ദ ക്വസ്റ്റ്യൻ നമ്പർ 1, the dimensions of half epsilon 0 e square, where epsilon 0 is the permittivity of free space and capital E is the electric field. So we have to find what is the dimension of half epsilon 0 e square. നമുക്ക് പലതരത്തിൽ ഇതിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും. Already you know what you mean by half epsilon 0 e square. So that is nothing but the energy density. That is the energy density associated with the electric field, especially in the case of capacitance. So, but you know the energy density is equivalent to pressure actually. പക്ഷേ നമുക്കറിയാം energy density meaning is what? The energy per unit volume. Energy is what? So you know the dimension as ml square t raised to minus 2 by only m as L cube. So we get the answer as m L raised to minus 1 t raised to minus 2. ഇത് നമുക്ക് ഒരു ഫസ്റ്റ് മെത്തേഡായിട്ട് നമുക്ക് എടുക്കാം. മറ്റൊരു മെത്തേഡിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇഫ് യു ഡോണ്ട് നോ ദിസ് ഫോർമുല, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇൻഡിവിജ്വലായിട്ട് അതിൻ്റെ ഓരോന്നിൻ്റെ ഡയമെൻഷനിലേക്ക് നമ്മൾ മൂവ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അപ്പം അങ്ങനെ വരുമ്പോൾ ആദ്യം നമുക്ക് ഹാഫിൻ്റെ ആണ്. നമുക്കറിയാം ദർ ഈസ് നോ ഡയമെൻഷൻസ് ഫോർ ന്യൂമറിക്കൽ വാല്യൂസ്, സോ വി റെപ്രസെൻറ്റ് ലൈക്ക് ദാറ്റ്. ദെൻ ഹൗ വി ക്യാൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എപ്സിലോൺ 0? സോ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കൺസെപ്റ്റാണ് നമ്മുടെ കൂളംസ് ലോ. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഈക്വൽ ടു 1/4 pi എപ്സിലോൺ 0 q സ്ക്വയർ ഡിവിഷൻ ബൈ r സ്ക്വയർ. അപ്പോൾ അവിടെ ബേസ് ചെയ്തിട്ട് നമ്മൾ എപ്സിലോൺ 0യുടെ ഡയമെൻഷനിലേക്ക് വന്നാൽ, so we get as a q square division by f into r square. അതേപോലെ നമുക്ക് വേണ്ടത് ഇനി ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയമെൻഷനാണ്. നമുക്കറിയാം ഫോഴ്സ് ഓൺ എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എൻ ഇലക്ട്രിക് ഫീൽഡ്. സോ ഇലക്ട്രിക് ഫീൽഡ് നമുക്ക് സിമ്പിളായിട്ട് എഫ് ഡിവിഷൻ ബൈ ക്യൂ എന്ന് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ സോ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്താൽ എപ്സിലോൺ 0യുടെ ഡയമെൻഷൻസ് എന്ന് പറയുന്നത് ദ ഡയമെൻഷൻ ഓഫ് simply q square by f r square into the dimension of e square. So that is f square, that division by as a q square. So q square cancel and 1f cancel. So the dimension of f already we know that is mlt raised to minus 2. That division by the dimension of r square, that is l square. So we get the answer as m L raised to minus 1 as a t raised to minus 2. സോ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ മെത്തേഡ് നമ്മൾ ചെയ്ത് നമുക്ക് ഉത്തരം സെയിം ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. എം എൽ റേസ് ടു മൈനസ് 1 ടി റേസ് ടു മൈനസ് 2. സോ വി ക്യാൻ കോട്ട് ദ തേർഡ് ചോയ്സ് as the answer. സോ വി ക്യാൻ മൂവ് ടു രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. സി 2 വർഷം ഓൾ ഇന്ത്യ PMTക്ക് ആവർത്തിച്ച ഒരു കൺസെപ്റ്റാണ്. ദ ഡയമെൻഷൻ ഓഫ് mu 0 epsilon 0 the whole raised to minus half r. അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ നമുക്കറിയാം ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ദ വെലോസിറ്റി ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇൻ വാക്വം ദാറ്റ് ഈസ് ഗിവൻ ആസ് എ റൂട്ട് ഓഫ് 1/root mu 0 epsilon 0, where you know the permeability of free space, the permittivity of free space. So that is nothing but equal to mu 0 epsilon 0 the whole raised to minus half. So this is our given parameter.
So it got the same dimension as that of velocity. That is the point. So that is nothing but L t raised to minus 1. So simply we can got the answer as the third one. So 3 is the answer. And we can move to the next question. Number third one. See, the Planck's constant is the speed of light in vacuum C and gravitational constant capital G are three fundamental constants. Which of the following combinations of these has the dimension of length? ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടൈപ്പാണ്. We have to express that length in terms of h, c, gravitational constant. അപ്പം എൽ എന്ന് പറയുന്നതിനെ എച്ച് സി ജിയിൽ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട മെത്തേഡ് ഡെറിവേഷൻ കൺസെപ്റ്റ് ഓഫ് ദ ഡയമെൻഷണൽ അനാലിസിസ്. അത് വ്യക്തമായിട്ട് അറിയില്ലെങ്കിൽ എൻ്റെ യൂട്യൂബിൽ തന്നെ ഡയമെൻഷണൽ അനാലിസിസിൻ്റെ 5 യൂസസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ കൺസെപ്റ്റ്സുകൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടും. വി ഹാവ് ടു എക്സ്പ്രസ് ദാറ്റ് എൽ എച്ച് ഇൻ ടേംസ് ഓഫ് എച്ച് സി ജി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതൊരു എംപെരിക്കൽ ഫോർമുല ആയിട്ട് മാറണമെങ്കിൽ അതിൻ്റെ പവേഴ്സാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. എച്ച് റൈസ് ടു പി സേ, സി റൈസ് ടു ക്യൂ ആൻഡ് ജി റൈസ് ടു ആർ. അപ്പോൾ പി ക്യു ആർ എന്നൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ റെപ്രസെൻ്റ് ചെയ്താൽ എങ്ങനെ നമുക്ക് ഉത്തരത്തിലേക്ക് വരാം എന്ന് നമുക്ക് നോക്കാം. സോ അപ്പോൾ നമ്മൾ ആദ്യം പ്രിൻസിപ്പിൾ ഓഫ് ഹോമജനിറ്റി നമുക്കറിയാം. ഡയമെൻഷൻസ് ഓൺ ബോത്ത് സൈഡ്സ് ഷുഡ് ബി ഈക്വൽ. അപ്പോൾ രണ്ട് സൈഡിലെയും ഡയമെൻഷൻസ് എഴുതിയാൽ നമുക്കിവിടെ സിമ്പിളായിട്ട് എഴുതാം. അത് എം റൈസ് ടു 0 ആണ്, എൽ റൈസ് ടു 1 ആണ്, ടി റൈസ് ടു 0 ആണ്. അത് തന്നെ ഈക്വൽ ടു വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് എച്ച്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റാണ് എച്ചിൻ്റെ ഡയമെൻഷൻ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. സോ പെട്ടെന്ന് നമ്മുടെ എനർജിയുടെ റിലേഷൻ ഒന്ന് ഓർത്തിരുന്നാൽ മതി, എച്ച് ഇൻറ്റു ന്യൂ. സോ അങ്ങനെയാണെങ്കിൽ എച്ചിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ഇ ഡിവിഷൻ ബൈ ന്യൂ, ദ ഡയമെൻഷൻ ഓഫ് ന്യൂ എന്നായി. സോ എച്ച് ഇയുടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എം എൽ സ്ക്വയർ ടി റൈസ് ടു -2 ഡിവിഷൻ ബൈ ടി റൈസ് ടു -1. സോ നമുക്ക് ഉത്തരം കിട്ടി എം എൽ സ്ക്വയർ ടി റൈസ് ടു -1. അതാണ് എച്ചിൻ്റെ ഡയമെൻഷൻ ആയിട്ട് വന്നത്. അല്ലാതെ തന്നെ നമുക്ക് അടുത്ത് വരുന്ന പാരാമീറ്റർ സി ആണ്. സോ സിംപ്ലി വി നോ ആസ് എൽ ടി റൈസ് ടു -1. അടുത്തത് വേണ്ടത് നമ്മുടെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. സോ വി ക്യാൻ ജസ്റ്റ് യൂസ് ദിസ് കൺസെപ്റ്റ് ആൻഡ് വി ക്യാൻ ഫൈൻഡ് ദ dimension of gs equal to as a simply as m raised to -1 l cube as a t raised to -2. അപ്പോൾ നമുക്ക് ഇത് അറിയാവുന്ന 3 ടേമുകളുമാണ് നമുക്കിവിടെ റെപ്രസെൻ്റ് ചെയ്യാം. as h is equal to what, l square t raised to -1 the whole raised to p. c യുടെ ഡയമെൻഷൻ as l t -1 the whole raised to q. And capital G got the dimension of m raised to -1 l cube t raised to -2 the whole raised to r. അപ്പോൾ നമുക്ക് ആദ്യം ഒന്ന് ഗ്രൂപ്പ് ചെയ്യാം. മാസിൻ്റേതായിട്ട് പവേഴ്സുകളെല്ലാം നമുക്ക് ഒരുമിച്ച് ചേർത്താൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എഴുതാം. എമ്മിൻ്റെ പവർ എന്ന് പറയുന്നത് എസ് പി, പിന്നെ മറ്റൊരു പവർ വരുന്നത് -r. സോ m raised to p -r and l to the power of 2p plus q plus 3r. അങ്ങനെ ടൈമിൻ്റെ കോൺട്രിബ്യൂഷൻ വരുമ്പോൾ ആസ് എ -p -q -2. അപ്പോൾ നമ്മുടെ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി നമ്മൾ ഉപയോഗിക്കുക. എന്താണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജനിറ്റി പറയുക? ഡയമെൻഷൻ ഓൺ ബോത്ത് സൈഡ്സ് ഷുഡ് ബി ഈക്വൽ. അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ മാസിൻ്റെ പവർ വരുന്നത് 0 ആണ്. ഇറ്റ് ഷുഡ് ബി ഈക്വൽ ടു പി -r. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമുക്കൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടി. പിയും ആറിൻ്റെയും വാല്യൂ സെയിം ആണ് എന്നൊരു ആസ്പെക്റ്റ് നമുക്ക് കിട്ടി. രണ്ടാമത് എല്ലിൻ്റെ പവർ 1 ആണ്. പക്ഷെ ആ 1 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? 2p പ്ലസ് q പ്ലസ് 3r എന്നൊരു ആസ്പെക്ട്സിലേക്ക് നമ്മൾ മാറുകയാണ്. അടുത്ത ഒരു ഇക്വേഷൻ കൂടെ നമുക്ക് ഒന്ന് അനലൈസ് ചെയ്താൽ ടിയുടെ പവർ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ 0 എന്ന് പറയുന്നത് മൈനസ് കോമൺ ആയിട്ട് എടുക്കുകയാണെങ്കിൽ
കംഫർട്ടായിട്ട് നമുക്ക് എഴുതാം. പി പ്ലസ് ക്യൂ പ്ലസ് 2r ആയി മാറി. അപ്പോൾ ഈ റിലേഷനെ നമ്മൾ ഇതിൻ്റെ രൂപത്തിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ വി ക്യാൻ റൈറ്റ് ആസ് പി പ്ലസ് ക്യൂ പ്ലസ് 2r പ്ലസ് ഒരു പി നമ്മൾ എടുത്തു കഴിഞ്ഞു. സോ പി 2r നമ്മൾ എടുത്തു കഴിഞ്ഞു. സോ ആർ. സോ 1 ഈക്വൽ ടു പി പ്ലസ് ആർ. പക്ഷെ നമ്മൾ ഓൾറെഡി നമുക്കറിയാം പിയും ആറും ഈക്വൽ ആണ്. സോ 2r ആയിട്ട് നമുക്ക് എടുക്കാം. സോ ആർ ഈക്വൽ ടു പി ഈക്വൽ ടു 1/2 ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് നമുക്കറിയാം ഓൾറെഡി ദിസ് കൺസെപ്റ്റ് ഇറ്റ് ഈസ് ഈക്വൽ ടു 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട ക്യൂ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് മൈനസ് പി മൈനസ് 2r ആയി മാറി. നമുക്കറിയാം പിയുടെ വാല്യൂ എന്ന് പറയുന്നത് 1/2 ആണ്. മൈനസ് 2 ഇൻറ്റു 1/2 1 ആയിട്ട് മാറി. സോ മൈനസ് 3/2 ആയി മാറി. അങ്ങനെയാണെങ്കിൽ ആ ഇൻഫർമേഷൻ നമുക്കറിയാം. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ എല്ലിൻ്റെ വാല്യൂവിലേക്ക് വരാം. ഇറ്റ് ഷുഡ് ബി പ്രൊപ്പോർഷണൽ ടു എച്ച് റൈസ് ടു യെസ് പിയുടെ വാല്യൂ എത്രയാണ്? ഹാഫ് ആണ്. സിയുടെ വാല്യൂ ഇറ്റ് ഈസ് മൈനസ് 3/2 ആൻഡ് ജിയുടെ വാല്യൂ ആർ ഈസ് ഈക്വൽ ടു അഗൈൻ 1/2. അപ്പോൾ നമ്മൾ അതിനെ ഒരു ഇക്വേഷനായിട്ട് നമ്മൾ മാറ്റാൻ ശ്രമിച്ചാൽ എച്ച് ജി റൈസ് ടു ഹാഫ് ആയിട്ട് നമുക്ക് പറയാം. ഡിനോമിനേറ്ററിലേക്ക് സി നമുക്ക് മാറ്റി എഴുതാം. സോ ഈക്വൽ ടു റൂട്ട് എച്ച് ജി ദ ഡിവിഷൻ ബൈ സി റൈസ് ടു 3/2. വളരെ പ്രധാനപ്പെട്ട കൺസെപ്റ്റ്. സോ നല്ലൊരു ക്വസ്റ്റ്യനാണ്. പക്ഷേ അടുത്ത വർഷവും ഇത് ആവർത്തിച്ചിട്ടുണ്ട് ഇതേ കൺസെപ്റ്റ് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഡയമെൻഷനലി ഗുഡായിട്ടുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് ദാറ്റ് വൺ. സി ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഫിസിക്കൽ ക്വാണ്ടിറ്റി ഓഫ് ദ ഡയമെൻഷൻസ് ഓഫ് ലെങ്ത് ആർ that can be formed out of C capital G and E square by 4 pi epsilon 0. അപ്പോൾ അവയുടെ ലെങ്തിൽ we have it to express. Length we have it to express in terms of C, G and E square by 4 pi epsilon 0. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കൺസെപ്റ്റാണ്. സി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് എന്നുള്ള കൺസെപ്റ്റിൽ എടുക്കുകയാണെങ്കിൽ LT⁻⁻1 എന്ന് എടുക്കാം. ക്യാപിറ്റൽ ഓൾറെഡി നമുക്കറിയാവുന്ന കൺസെപ്റ്റാണ്. M⁻⁻1 എൽ ക്യൂബ് എന്നൊരു കൺസെപ്റ്റിലേക്ക് നമുക്ക് എടുക്കാം. എൽ ക്യൂബ് T⁻⁻². സിമ്പിളായി. ഇനി വേണ്ടത് ഇ സ്ക്വയർ ബൈ 4 pi epsilon 0. അപ്പോൾ നമുക്ക് ആ ഒരു റിലേഷനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് നമുക്കറിയാം. ആക്ച്വലി കൂളംസ് ലോയുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്താൽ ഇ സ്ക്വയർ ഡിവിഷൻ ബൈ ആർ സ്ക്വയർ എന്നൊരു പാറ്റേൺ എടുത്താൽ ഇതാണ് നമ്മുടെ റിലവൻ്റ് ടേം. അതിനെ നമുക്ക് തൽക്കാലത്തേക്ക് ഒരു എക്സ് ആയിട്ട് നമുക്ക് എടുക്കാം. x/r². അങ്ങനെയാണെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? FR² ആയി മാറി. എന്ന് പറഞ്ഞാൽ നമുക്ക് സിമ്പിളായി എം എൽ T⁻² ഇൻറ്റു L². അങ്ങനെയാണെങ്കിൽ സിമ്പിളായിട്ട് അത് കൺസെപ്റ്റ് എന്തായിട്ട് മാറി? M⁻³ T⁻². സോ ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ അത് ബേസ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ കണ്ട അതേ കൺസെപ്റ്റിലൂടെ നമ്മൾ മൂവ് ചെയ്താൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കൺസെപ്റ്റ് നമുക്ക് ലെങ്തിനെ വി ഹാവ് ടു എക്സ്പ്രസ് ഇൻ ടേംസ് ഓഫ് അതർ 3 പാരാമീറ്റേഴ്സ്. സോ നമുക്ക് എങ്ങനെ എഴുതാം? സോ എൽ ദാറ്റ് ഈസ് എ പ്രൊപ്പോർഷണൽ ടു സി റൈസ് ടു പി സേ ആൻഡ് ക്യാപിറ്റൽ ജി റൈസ് ടു ക്യൂ ആൻഡ് എക്സ് റൈസ് ടു ആർ. എന്നിട്ട് നമ്മുടെ പ്രിൻസിപ്പിൾ ഹോമോജനിറ്റി പ്രകാരം ഡയമെൻഷൻ ഓൺ ബോത്ത് സൈഡ്സിലേക്ക് നമ്മൾ എഴുതിയാൽ M⁻⁴, L⁻⁴, T⁻⁴, ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു സി എന്ന് പറയുമ്പോൾ എന്താണ്? LT⁻⁻1 ദ ഹോൾ റൈസ് ടു പി. ക്യാപിറ്റൽ ജി വരുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം M⁻⁻1 L ക്യൂബ് T⁻⁻2 ദ റൈസ് ടു ക്യൂ ആൻഡ് എക്സ് ഓൾറെഡി ഡയമെൻഷൻ നമ്മൾ എഴുതി കഴിഞ്ഞു. M⁻⁻³ T⁻⁻2 ദ ഹോൾ റൈസ് ടു ആർ. പിന്നെ നമുക്കൊന്ന് ഗ്രൂപ്പ് ചെയ്താൽ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് എഴുതാം m ടു ദ പവർ എഴുതുമ്പോൾ -q പ്ലസ് ആർ. സിമിലർലി എല്ലിൻ്റെ നമ്മളൊന്ന് എഴുതാൻ ശ്രമിച്ചാൽ L is equal to SP plus 3Q plus 3R.
ടി നമുക്ക് വരുമ്പോൾ മൈനസ് പി മൈനസ് 2q മൈനസ് 2r. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലെ ഡയമെൻഷനുമായിട്ട് ഹോമജനിറ്റി നിയമപ്രകാരം ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് എം ടു ദ പവർ 0 ആണ്. സോ 0 ഈക്വൽ ടു മൈനസ് ക്യൂ പ്ലസ് ആർ എന്ന് നമുക്ക് എഴുതാം. സോ അവിടെ തന്നെ നമുക്കൊരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ആർ ഇസ് ഈക്വൽ ടു ക്യൂ ആണ് എന്നൊരു ഇൻഫർമേഷൻ കിട്ടി. അടുത്തത് എല്ലിൻ്റെ പവർ 1 ആണ്. സോ 1 ഷുഡ് ബി ഈക്വൽ ടു പി പ്ലസ് 3q പ്ലസ് 3r എന്നൊരു ആസ്പെക്ട്സിലേക്ക് നമ്മൾ എത്തി. അതോടൊപ്പം അനദർ റിലേഷൻ കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ടിയുടെ പവർ എന്ന് പറയുന്നത് 0 ആണ്. സോ 0 ഷുഡ് ബി ഈക്വൽ ടു മൈനസ് പി മൈനസ് 2q മൈനസ് 2r. സോ നമുക്ക് ഉറപ്പിക്കാം പി പ്ലസ് 2q പ്ലസ് 2r എന്ന് പറയുന്നത് 0 ആയി മാറി. അപ്പോൾ അത് തന്നെ ഇവിടെ നമ്മൾ ഉപയോഗിച്ചാൽ പി പ്ലസ് 2q പ്ലസ് 2r പ്ലസ് q പ്ലസ് r. ഗുഡ്. ദാറ്റ് ഷുഡ് ബി ഈക്വൽ ടു 1. പക്ഷേ ഇത് 0 ആയിട്ട് കൊടുക്കണമുണ്ട്. 1 ഈസ് ഈക്വൽ ടു q പ്ലസ് ആർ എന്ന് എഴുതാം. പക്ഷേ ക്യൂവും ആറും സെയിം ആയതുകൊണ്ട് നമുക്ക് 2r ആയിട്ട് എടുക്കാം. സോ ആറിൻ്റെ വാല്യൂ ക്യൂവിൻ്റെ വാല്യൂ 1/2 ആയി മാറിക്കഴിഞ്ഞു. അപ്പോൾ ആ വാല്യൂസ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് കംഫർട്ടായിട്ട് നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് നീഡഡ് ആകേണ്ട പിയുടെ വാല്യൂ. സോ പിയുടെ വാല്യൂ സിമ്പിളായിട്ട് മൈനസ് 2q മൈനസ് 2r ആണ്. അപ്പോൾ അവിടെ മൈനസ് 2 ഇൻറ്റു ക്യൂവിൻ്റെ വാല്യൂ 1/2 മൈനസ് 2 1/2. സോ വി ഗെറ്റ് ദ ആൻസർ മൈനസ് 2. അപ്പോൾ എല്ലാ പാരാമീറ്ററും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് പറയാം എൽ എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു സി റൈസ് ടു പി. പി എന്ന് പറയുന്നത് മൈനസ് 2 ആണ്. അടുത്ത ക്യാപിറ്റൽ ജി റൈസ് ടു സ്മോൾ ക്യൂ. സോ സ്മോൾ ക്യൂ എന്ന് പറയുന്നത് ആർ എന്ന് പറയുന്നത് 1/2 ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുക. സോ എക്സ് റൈസ് ടു 1/2. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഡയമെൻഷനായിട്ട് നമുക്ക് പറയാം 1πc² ഇൻറ്റു ജി ഇൻറ്റു എക്സ് സ്ക്വയർ. എക്സ് സ്ക്വയർ ഈസ് വാട്ട്? ഇ സ്ക്വയർ ഡിവിഷൻ ബൈ 4πε0 ദ ഹോൾ റൈസ് ടു ഹാഫ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഫോർത്ത് വണ്ണിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് ഫോർത്ത് ചോയ്സ് കിട്ടി. അപ്പോൾ ഇത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനുകളാണ്. ബട്ട് ഇറ്റ് വിൽ ടേക്ക് സം ടൈം. അപ്പോൾ അത് അവസാന റൗണ്ടുകളിലാണ് ഇത്രയും ലെങ്തി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കേണ്ടത് എന്ന് ദയവേത് ശ്രദ്ധിക്കുക. അതല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് സെക്കൻഡ് മെത്തേഡ് നിങ്ങൾ ഓർത്തിരിക്കുക. ഓരോ ചോയ്സ് നിങ്ങൾ എടുക്കുക, അതിൻ്റെ ഡയമെൻഷൻസ് നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എന്നിട്ട് നിങ്ങൾ ചെയ്യുക. അതും മറ്റൊരു മെത്തേഡായിട്ട് അതിനെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സിയുടെ കണ്ടുപിടിക്കും, അതിൻ്റെ സ്ക്വയർ എടുക്കുന്നു, ജി എടുക്കുന്നു, ഇതിൻ്റെ കണ്ടുപിടിക്കുന്നു, അതിൻ്റെ റൂട്ട് എടുക്കുന്നു. സോ ഇഫ് യു ഗെറ്റ് ദ ആൻസർ as well, then you can got the answer as like that. So that is another method you have to use it. The unit of thermal conductivity. നമ്മുടെ ഹീറ്റ് കണ്ടക്ഷൻ എന്ന് പറയുന്ന കൺസെപ്റ്റിലാണ് നമുക്കറിയുന്നത്. സോ നമുക്കറിയാം the rate of flow of heat dq/dt. നമുക്കറിയാം it is proportional to area of cross section and the temperature gradient as a dt/dx. ആ പ്രൊപ്പോർഷണാലിറ്റി കോൺസ്റ്റന്റ് ആണ് നമ്മുടെ തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കെയുടെ ഡയമെൻഷൻ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് എഴുതാം dq/dtയുടെ ഡയമെൻഷൻ ഇൻറ്റു dx/dtയുടെ ഡയമെൻഷൻ ഇൻറ്റു ഏരിയ എന്നൊരു ആസ്പെക്ട്സിലേക്ക് നമ്മൾ വന്നു. ഇനി അതിൻ്റെ യൂണിറ്റാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഇത് ക്വാണ്ടിറ്റി ഓഫ് എനർജി ഫ്ലോയിങ് പെർ സെക്കൻഡ്. സോ നമുക്കത് സിമ്പിളായിട്ട് വാട്ട് എന്ന് പറഞ്ഞ യൂണിറ്റ് കൊടുക്കാം. ഇവിടെ ഒരു ലെങ്ത് ഉണ്ട്. ഗുഡ്. സോ മീറ്റർ ബൈ കെൽവിൻ ഇൻറ്റു ഏരിയ. ഏരിയ ഈസ് വാട്ട്? മീറ്റർ സ്ക്വയർ. സോ നമുക്ക് ഒരു മീറ്റർ ക്യാൻസൽ ആയാൽ സിമ്പിളായിട്ട് പറയാം വാട്ട് മീറ്റർ റൈസ് ടു -1 കെൽവിൻ റൈസ് ടു -1. സിമ്പിളായിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് എത്തി. സോ ഇഫ് യു നോ ദ കൺസെപ്റ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉത്തരത്തിലേക്ക് വരാൻ നമുക്ക് പറ്റും. എററുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് a student measures the distance traversed in free fall of a body initially at rest in a given time. He uses
this data to estimate the g, the acceleration due to gravity. He uses this data to estimate small g, the acceleration due to gravity. If this maximum percentage error in the measurement of distance and time are E1 and E2, എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് the maximum percentage error in distance, delta S by S into 100%, that is as E1, and the delta T by T into 100%, so that is given as E2. The percentage error in the estimation of G is what? So അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഫ്രീലി ഫോളിംഗ് ബോഡിക്ക് നമ്മുടെ വൺ ഡയമെൻഷണൽ കൈനമാറ്റിക് റിലേഷൻസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ വി ഹാവ് ടു യൂസ് ദ കൺസെപ്റ്റ് ആസ് എസ് ഇസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് സ്ക്വയർ. പക്ഷെ നമുക്കറിയാം അതൊരു ഫ്രീലി ഫോളിംഗ് ബോഡിയാണ്. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താൽ ജി വി ക്യാൻ റൈറ്റ് എസ് 2s ഡിവിഷൻ ബൈ ടി സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ പെർസെൻറ്റേജ് എറർ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഡെൽറ്റ ജി ബൈ ജി ഇൻറ്റു 100% ഇസ് ഈക്വൽ ടു 2 എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റിന് ഡയമെൻഷൻസ് ഇല്ല എന്ന് നമുക്കറിയാം. ഇൻറ്റു 100% പ്ലസ് 2 ഇൻറ്റു ഡെൽറ്റ ടി ബൈ ടി ഇൻറ്റു 100%. So that is equal to എന്താണ് ഡെൽറ്റ എസ് ബൈ എസ് ഇൻറ്റു 100% E1 പ്ലസ് 2 ഇൻറ്റു E2. So we get the answer E1 plus 2E2. So we get the answer as the second choice. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. Number 7. In an experiment, 4 quantities A, B, C and D are measured with the percentage error of 1, 2, 3 and 4 respectively. The quantity of P's. അപ്പോൾ നമ്മുടെ കോമ്പിനേഷൻ ഓഫ് എറേഴ്സ് എന്നൊരു കൺസെപ്റ്റ് നമ്മൾ മനസ്സിൽ ഓർക്കുക. അപ്പോൾ നമുക്കറിയാം ഇവിടെ മൾട്ടിപ്ലിക്കേഷനും പവേഴ്സും വരുമ്പോൾ വി ഹാവ് ടു ആഡ് ദ ഇൻഡിവിജ്വൽ ഫ്രാക്ഷണൽ എറേഴ്സ് അല്ലെങ്കിൽ പെർസെൻറ്റേജ് എറേഴ്സ് ടുഗദർ എന്നുള്ള തരത്തിൽ. അപ്പോൾ നമ്മുടെ ഈ ഫങ്ഷൻ്റെ പെർസെൻറ്റേജ് എററിൻ്റെ രൂപത്തിലേക്ക് നമ്മൾ എറേഴ്സിനെ മാറ്റിയാൽ നമുക്ക് കംഫർട്ടായിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഡെൽറ്റ പി ബൈ പി ഇൻറ്റു 100% is equal to, so we can say as a 3 into delta A by A into 100% plus 2 into delta B by B into 100% plus delta C by C into 100% plus delta D by D into 100%. That is equal to 3 into, we know it is given the percentage error in A, the percentage error in A, that is 1%, the percentage error in B, that is given as 2%, the percentage error in C, that is given as 3%, the percentage error in D, that is given as 4%. So we can just substitute it. Delta A by A into 100%, so that is given as 1%, 2 into 2%, plus delta C by C into 100% as 3%, plus delta D by D into 100% as 4%. So equal to 3% plus 4% plus 3% plus 4%. So 7 plus 7, we get the answer as 14%. So we get the choice as 4. So it is so easy to നമുക്ക് ആ ഒരു കൺസെപ്റ്റ് അറിയാമെങ്കിൽ പെട്ടെന്ന് ഉത്തരത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. നമ്മുടെ അവസാനത്തെ വർഷങ്ങളിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് എറർ സെക്ഷനിലേക്ക് മാറിയിരിക്കുകയാണ്. സോ സ്ക്രൂ ഗേജുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ് അടുത്ത് വരുന്നത്. സോ അത് അറ്റംപ്റ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ മസ്റ്റായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കൺസെപ്റ്റ് എന്ന് പറയുന്നത് ട്രൈ ടു ഡു ഇറ്റ് ബിഫോർ ഡൂയിങ്. നിങ്ങൾ ലാബുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻസ് എല്ലാം ഒന്ന് ചെയ്തു നോക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ് ആയിരിക്കും. സി, a student measured the diameter of a small steel ball using a screw gauge of least count 0.001 centimeter. The main scale reading is 5 millimeter and 25 divisions above the reference level. If a screw gauge has a zero error of
minus 0.004 centimeter, the correct diameter of the ball is. See, അപ്പോൾ നമ്മൾ ഇവിടുത്തെ തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് നമ്മളൊന്ന് എഴുതിയാൽ ലീസ്റ്റ് കൗണ്ട് ഇറ്റ് ഈസ് ഗിവൻ ആസ് എ 0.001 സെൻറ്റിമീറ്റർ. മെയിൻ സ്കെയിൽ റീഡിംഗ് എന്ന് പറയുന്നത് മില്ലിമീറ്ററിൽ എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട് ആസ് എ 5 മില്ലിമീറ്റർ. ആൻസർ സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് നമുക്ക് 0.5 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് എഴുതാം. നമ്മുടെ സർക്കുലർ സ്കെയിൽ റീഡിങ് നമുക്ക് തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 25 ഡിവിഷൻസ് എന്ന് പറയുന്നുണ്ട്. പിന്നെ സ്ക്രൂ ഗേജിന് 0 എറർ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ഗിവൻ ആസ് എ -0.004 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ 0 എറർ വരുമ്പോൾ തന്നെ നിങ്ങളുടെ ഇൻഫർമേഷൻ നമുക്കറിയാം. 0 കറക്ഷൻ എന്ന് പറയുന്നത് പ്ലസ് ആയിട്ട് നമ്മൾ ആഡ് ചെയ്യണം എന്നുള്ള കാര്യം നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ജനറലായിട്ട് നിങ്ങളുടെ മനസ്സിൽ വരേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ diameter of the ball. So that is nothing but equal to നമ്മുടെ റീഡിങ് വഴി നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? സിമ്പിൾ ഫോർമുല വി ഹാവ് ടു റിമെമ്പർ. മെയിൻ സ്കെയിൽ റീഡിംഗ് പ്ലസ് നമ്മുടെ സർക്കുലർ സ്കെയിൽ റീഡിംഗ് ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് പ്ലസ് ഓർ മൈനസ് നമ്മുടെ കറക്ഷൻ. ഇത് നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മയിരിക്കട്ടെ. ഇവിടുത്തെ മെയിൻ സ്കെയിൽ റീഡിംഗ് നമുക്ക് തന്നിട്ടുണ്ട് ആസ് എ 0.5 സെൻറ്റിമീറ്റർ. സർക്കുലർ സ്കെയിൽ റീഡിംഗ് 25 ആണ്. സോ ലീസ്റ്റ് കൗണ്ട് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇവിടുത്തെ 0 കറക്ഷൻ പ്ലസ് പോയിന്റ് വാല്യൂ ആണ് നമുക്ക് സംഭവിക്കുക. അങ്ങനെയാണെങ്കിൽ സോ വി ഗെറ്റ് ദ ആൻസർ ആസ് നത്തിങ് ബട്ട് ഈക്വൽ ടു 0.529 centimeter. So we can quote the answer as 4. That is the answer. So we can move to the question number 9. 2019 question ആണ്. See, in an experiment, the percentage error occurred in the measurement of physical quantities A, B, C, and D are 1, 2, 3, and 4% respectively. Then the maximum percentage error in the measurement effects are. So that is a very important concept. So it is given that x take the value as a square, b raised to 1 by 2, the division by c raised to 1 by 3 d cube. അപ്പോൾ നമ്മുടെ പെർസെൻറ്റേജ് എററിന് എക്സിന് നമ്മൾ ഫോർമുല എഴുതിയാൽ നമുക്ക് സിമ്പിളായിട്ട് എഴുതാം 2 ഇൻറ്റു പെർസെൻറ്റേജ് എറർ ഇൻ എക്സ് എ പ്ലസ് ഹാഫ് ഇൻറ്റു the percentage value in B plus 1 by 3 into the percentage error in C plus 3 into the percentage error in D. നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റാസ് നമുക്ക് വ്യക്തതയോടെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 into the percentage error in A, that is given as 1%, plus the percentage error in B, that is given as 2%, plus 1 by 3 into the percentage error in C, so that is given as 3%, plus 3 into the percentage error in D as 4%. So that is equal to 2% plus 1% plus 1% plus 12%. So that is equal to 2 plus 1 plus 1, 4 plus 12, as we get the answer as a 16%. So and we get 2 as the answer. അപ്പം വിദ്യാർത്ഥികളൊന്ന് ശ്രദ്ധിക്കുക, നമ്മുടെ യൂണിറ്റ്സ് ഡയമെൻഷൻ എററായിട്ട് വരുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ 2 റീജിയൻസ് നമുക്ക് സ്പെസിഫൈ ചെയ്യാൻ പറ്റുന്നത് ഡയമെൻഷണൽ അനാലിസിസ് ആൻഡ് ഓൾസോ ദ എറേഴ്സ്. അപ്പോൾ അതിൽ ഡയമെൻഷണൽ അനാലിസിസ് വരുമ്പോൾ ഓർത്തിരിക്കുക, അവിടെ ഇതുവരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുമ്പോൾ ഹൗ എക്സ്പ്രസ് എ പാരാമീറ്റർ ഇൻ ടേംസ് ഓഫ് ദി അതർ. അപ്പോൾ അവിടെ ഡെറിവേഷൻ എന്നുള്ള ഒരു ആസ്പെക്റ്റ് ആയിരിക്കും കൂടുതൽ ഉപയോഗിക്കുക. ഈ റീസെൻ്റ്ലി ഉള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അത് എറർ സെക്ഷനിലേക്കും ക്വസ്റ്റ്യൻസ് വരുന്നു എന്നുള്ള കാര്യം ഓർക്കുക. സോ ട്രൈ ടു ഡു മാക്സിമം MCQs, ദെൻ യു ക്യാൻ നല്ല റാങ്കിലേക്ക് എത്തുന്നതിന് സംശയമുള്ള കാര്യമില്ല. So
ആദ്യമായിട്ട് ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സോ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ടേക്ക് കെയർ. ഗോഡ് ബ്ലസ് യു.